ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ശ്രീമതി ശശികല ഹിന്ദു ഐക്യവേദിയുടെ നേതാവെന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ശ്രീമതി KP ശശികല ഒരു കവലപ്രസംഗത്തിലോ അവരുടെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ രീതിയിലുള്ള ഒരു പ്രസംഗത്തിൽ ഇവിടുത്തെ ഭൂപരിഷ്കരണ നിയമത്തെ പരാമർശിച്ചു പോകുന്ന ഒരു ഭാഗം എനിക്ക് ഒരു വീഡിയോ ക്ലിപ്പായിട്ട് കിട്ടി. അപ്പം ഞാനത് നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. അപ്പം ഈ ഭൂപരിഷ്കരണ നിയമം എന്താണെന്ന് പോലും അറിയാത്ത ഈ KP ശശികല ഇന്ന് വീരവാദം മുഴക്കുന്നത് ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും ദലിതനെയും കിട്ടിയ, അതായത് അന്നത്തെ ഭൂപരിഷ്കരണ നിയമത്തിൽ കിട്ടിയ വസ്തുവിൻ്റെ അവകാശികൾ അവരുടെ ക്ഷേത്രം സ്വത്തുക്കളെ പിടിച്ചുപറ്റി അവരെ അപഹരിച്ചു എന്നുള്ള രീതിയിലാണ് അന്നത്തെ രാഷ്ട്രീയ പാർട്ടി ചെയ്തതായാലും ശരി, അതിന് കൂടുതൽ ഉപഭോക്താക്കളായിട്ടുള്ളത് ഇവിടുത്തെ ദലിത് സമൂഹമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് ഒരു ചെറിയ പ്രതികരണം നൽകുകയാണ്. അതിനോടനുബന്ധിച്ച് അവർ വേറൊരു രണ്ട് സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു. അതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് പറയാനുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അവരും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. അടുത്ത ആ വീഡിയോ നിങ്ങളെ ഇപ്പം ഞാൻ കാണിക്കാം. കാരണം അതൊന്നും ഹിന്ദുവിന്റെ ആയിരുന്നില്ല, മറിച്ച് നെല്ല്, തെങ്ങ്, പറങ്കിമാവ്, ഈ മൂന്നെണ്ണം മാത്രമേ ഇതിൽ പെട്ടുള്ളൂ. ക്ഷേത്രങ്ങളുടെയും ഹൈന്ദവ സമൂഹത്തിന്റെയും സ്വത്ത് കവർന്നെടുക്കുക എന്ന ഏക ഉദ്ദേശത്തോടെയാണ് ഭൂപരിഷ്കരണം നടപ്പാക്കിയത്. സാധാരണക്കാരന് കിട്ടണമെങ്കിൽ തോട്ടം തൊഴിലാളികളുണ്ട്, അവരതിന്റെ ഉടമസ്ഥനാവണ്ടേ, തോട്ടം വീതിച്ചു കൊടുക്കണ്ടേ, ഏറ്റവും ചുരുങ്ങിയത് കൂട്ടുടമസ്ഥതയിലേക്ക് മാറ്റി കൊടുക്കെങ്കിലും വേണ്ടേ? അതല്ലേ കമ്മ്യൂണിസം. മുതലാളിയിൽ നിന്ന് കൂട്ടുടമസ്ഥനിലേക്ക് കൊടുക്കണ്ടേ? കൊടുത്തില്ലല്ലോ. അപ്പൊ ഉദ്ദേശം സോഷ്യലിസം ആയിരുന്നില്ല, നമ്മളെ നിർഗതി പിടിപ്പിക്കുക. ഇത് നമ്മൾ അറിഞ്ഞിട്ട് പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ആർക്കെങ്കിലും ഈ വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഇവര് അമ്പലം പൊളിക്കണം എന്ന് പറഞ്ഞവരാണ്, ഇവര് ഗണപതി മിത്താണെന്ന് പറഞ്ഞവരാണ്, ഇവര് ദേവി ദേവന്മാരെ നഗ്നരാക്കി വരച്ചവർക്ക് സമ്മാനം കൊടുക്കുന്നവരാണ്. മീശ എന്ന നോവലെഴുതി ഹൈന്ദവ ഭക്തരായ സ്ത്രീകൾ മുഴുവൻ വേശ്യകളാണെന്ന് പറഞ്ഞപ്പോൾ ഇടതും വലതും നിന്നവർക്ക് സമ്മാനം കൊടുക്കുകയായിരുന്നു. ഇടതന്മാര് മാത്രമല്ല, രമേശ് ചെന്നിത്തല എന്ന കപട ഭക്തനായി അഭിനയിക്കുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, എന്റെ മകന്റെ കമ്പനി, പുസ്തക പ്രസാധന കമ്പനിയെ കൊണ്ട് ഞാൻ മീശ നോവൽ അടിപ്പിക്കുന്നേ പറഞ്ഞത്. ഹിന്ദു ഭക്തകൾ മുഴുവൻ വേശ്യകളാണ് എന്ന് പറഞ്ഞ നോവല് എന്റെ മകന്റെ പ്രസാധന കമ്പനിയിൽ ഞാൻ അടിച്ച് വിതരണം ചെയ്യും എന്ന് പറഞ്ഞ പ്രതിപക്ഷം, അവർക്കെല്ലാം അവാർഡും കൊടുത്ത ഭരണപക്ഷം, ഇത് എപ്പോഴെങ്കിലും പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ നമ്മൾ ഓർത്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതികേട് വരില്ല. നമ്മുടെ സ്വർണം പോവില്ല, നമ്മുടെ വിശ്വാസം പോവില്ല, ഒന്നും പോവില്ല. അവിടെയാണ് ഈ ഏകതാ സമ്മേളനങ്ങളുടെ പ്രസക്തി. ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറമായ ഒരു കൂട്ടായ്മയായിട്ട് ഇത് വളർന്നു വരണം. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് 2-3 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല എങ്കിലും EMS നമ്പൂതിരിയുടെ കാലത്താണെന്ന് തോന്നുന്നത് ഭൂപരിഷ്കരണ നിയമം ഉണ്ടായത്. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഭൂമി എവിടെ നിന്നാണ് പിടിച്ചു പറിച്ചതെന്നോ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ഇവിടുത്തെ ദലിത് സമൂഹവും അന്ന് ഭൂമിയൊന്നും ഇല്ലാതിരുന്ന വ്യക്തികൾക്കും അവർ ചോദിക്കുന്നത് തോട്ടം മേഖലകളിൽ നിന്നൊക്കെ ഭൂമി എന്നാ പിടിച്ചെടുക്കാത്തതെന്ന്. തോട്ടം മേഖല നിൻ്റെയൊക്കെ പൂർവികർ കാണിച്ച പോക്കരത്തരം കൊണ്ടാണ് അതൊന്നും എടുക്കാൻ പറ്റാതെ പോയത്. കാരണം നീയൊക്കെ 100, 150, 500 വർഷത്തേക്കൊക്കെ ലീസിനും പാട്ടത്തിനും ഒക്കെ കൊടുത്തത് കൊണ്ടാണ് അത് അങ്ങനെ എടുക്കാനും അത് ഇവിടുത്തെ ദലിത് സമൂഹത്തിന് കിട്ടാതെ പോയത്. ഇന്നും അതിൻ്റെ കരാറുകളൊക്കെ കിടക്കുന്നത് കൊണ്ടാണ്. നിൻ്റെ പൂർവികരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അന്നത്തെ രാജാക്കന്മാരുടെ പോക്കരത്തരം. അതായത് 1950 ശേഷം അതിൽ കേരളം എന്ന സംസ്ഥാനം തന്നെ രൂപീകരിച്ചത്.
അപ്പം അതിനു മുമ്പ് ഇവിടുത്തെ രാജഭരണങ്ങളൊക്കെ നടത്തിയ ആ പൂർവികന്മാരുടെ പൂക്കൃത്തരമാണ്. അതുകൊണ്ടാണ് അത് ഞങ്ങളെപ്പോലൊക്കെയുള്ള അത്താഴപ്പട്ടിണിക്കാരൻ്റെയൊക്കെ ഭൂമിയെ പിടിച്ചു പറിച്ച് നീയൊക്കെ നിൻ്റെ കാലിൻ്റെ ഇടയിൽ കയറ്റി വെച്ചതിന് ശേഷം ഞങ്ങളുടെ ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഭൂമിയാണെന്ന് നിങ്ങളിപ്പം പോരെ നിന്ന് പ്രസംഗിക്കുന്ന അതിൻ്റെ സത്യാവസ്ഥ ഇതായിരുന്നു. ഏതെങ്കിലും ബ്രാഹ്മണന് ഭൂമി അധ്വാനിച്ചുണ്ടാക്കി അല്ലെങ്കിൽ കാശ് മുടക്കി വാങ്ങിച്ച ഏതെങ്കിലും ഒരു ചരിത്രം ശശികലയ്ക്ക് പറയാമെന്ന് വരികയും ഞാൻ നിങ്ങൾ പറയുന്ന പണി ചെയ്യാം. അധ്വാനിച്ച് വേർത്ത് കുളിച്ച് ഉണ്ടാക്കി, അതായത് വെട്ടിപ്പിടിച്ച ഏതെങ്കിലും ഒരു ബ്രാഹ്മണനോ വൈശ്യനോ ക്ഷത്രിയനോ ശൂദ്രനോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാം. ഏത് രീതിയിലാണ് നിങ്ങളുടെ പൂർവികർക്ക് സ്വത്ത് കിട്ടിയതെന്ന് നിങ്ങളൊന്ന് തെളിയിച്ച് കാണിക്കണം. അതാണ് ഈ വേണ്ടാതീനം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെപ്പോണക്കുള്ള ഞങ്ങളുടെ പൂർവികർ അനുഭവിച്ചതിൻ്റെ ഒരു വേദന, അത് ഒരംശം വേദന ഇപ്പോഴും ഞങ്ങളൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് വേണം ഞങ്ങളുടെയൊക്കെ പൂർവികരെ നീയൊക്കെ ഇപ്പോഴും ചവിട്ടിത്താഴ്ത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത്. ഇനിയും അത് സഹിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും ഞങ്ങളത് സമ്മതിച്ചു തരത്തില്ല. അത് അന്നത്തെ സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു. അത് ഇനി കോൺഗ്രസ് സർക്കാർ അത് ചെയ്തെന്ന് അത് അവർക്കായിരുന്നു അതിൻ്റെ ക്രെഡിറ്റ്. അന്നത് ഭൂപരിഷ്കരണ നിയമം കോൺഗ്രസ് സർക്കാർക്ക് അത് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് മേലാള ജാതിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു അന്ന് കോൺഗ്രസിനകത്ത് കൂടുതലും. ഇവിടുത്തെ ഈഴവർ തൊട്ട് താഴെയോട്ടുള്ള അപൂർവം ചില നമ്പൂതിരിമാരോ വിരലിലെണ്ണ 1-2 നേതാക്കന്മാരോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതും അവരും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് വന്ന അത് ആയിരിക്കാം. അവരെക്കുറിച്ച് അവരുടെ ജീവിത ശൈലിയോ അല്ലെങ്കിൽ ജീവിത പശ്ചാത്തലമൊന്നും അല്ല നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന കുറേ സമൂഹത്തിൻ്റെ നിന്നും ഊരിത്തിരിഞ്ഞ ഒരു ആശയമാണ് ഭൂപരിഷ്കരണ നിയമം. ജന്മിമാരിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത്, അതായത് അവിടെ വർഷങ്ങളായിട്ട് അവരുടെ അടിമകളായിട്ട് ജീവിച്ച ആൾക്കാർക്ക് അവരെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വക കൊടുക്കാതെ നീയൊക്കെ ഇട്ട് നിൻ്റെ പൂർവികരൊക്കെ പീഡിപ്പിച്ച, അതായത് ജന്മാവകാശം വേണം എന്ന് കരുതി അന്നത്തെ ആ സർക്കാർ ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാർക്ക് വീതം വെച്ച് കൊടുത്ത ഒരു വ്യവസ്ഥയാണ് ഭൂപരിഷ്കരണ നിയമം. അതിനകത്ത് നിങ്ങളുടെ 3/4% പിന്നെ വസ്തുവും പിടിച്ചു പറിച്ച് ഇവിടുത്തെ ദലിതിന് കൊടുത്തിട്ടില്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. നിൻ്റെയൊക്കെ പൂർവികർക്ക് മേലനങ്ങാതെ ഓണം, അതായത് നീയൊക്കെ ഐതിഹാസികമായിട്ടൊക്കെ അന്ന് നിൻ്റെയൊക്കെ പൂർവികർ കാണം വിറ്റ് ഓണമൊക്കെ കൊണ്ട കഥകളൊക്കെ ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അപ്പോൾ അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക. നിൻ്റെയൊക്കെ പൂർവികർ മേലനങ്ങാതെ ഉണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഇപ്പം പറയുന്ന മുസ്ലിങ്ങളും ക്രൈസ്തവനും ഇവിടെ ഈ കേരളത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന്. നിൻ്റെയൊക്കെ പൂർവികരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ആ ഭൂമിയൊക്കെ വിറ്റുപോയത്. ചുമ്മാതാരും ചെന്ന് പിടിച്ചു പറിച്ചൊന്നുമല്ല. നിൻ്റെയൊക്കെ പൂർവികർ അതായത് അവരുടെ പേരിലേക്ക് എഴുതി കൊടുത്തതാണ് നിയമപരമായിട്ട്. അപ്പം നീയൊക്കെ ഇവിടെ നിന്ന് എത്ര ഛർദ്ദിച്ചെന്ന് പറഞ്ഞാലും വിഷം തുപ്പിയെന്ന് പറഞ്ഞാലും അത് എഴുതി കൊടുത്ത് കാശും വാങ്ങിച്ച് അതായത് നിൻ്റെയൊക്കെ കോണവത്തിനകത്ത് വെച്ച് നടന്നപ്പം നീയൊന്നും നിൻ്റെയൊക്കെ പൂർവികരൊന്നും ആലോചിച്ചില്ല നിങ്ങൾക്കൊക്കെ പുതിയ തലമുറ ഇങ്ങോട്ട് വരും, അപ്പോൾ അവർക്ക് കഴിക്കണമെന്ന്. അതാരുടെ കുഴപ്പമാണ്? ഇവിടുത്തെ പട്ടികജാതിക്കാരൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവൻ്റെയോ മുസ്ലിമിൻ്റെയോ കുഴപ്പമായിരുന്നു? നിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പിടിച്ചു പറിക്കുക ഇവിടുത്തെ ദലിതനോ ക്രൈസ്തവനോ പിടിച്ചു പറിച്ചതായിട്ട് നിനക്ക് പറയാമോ? പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും നിൻ്റെയൊക്കെ പൂർവികർ ഞങ്ങളിൽ നിന്നൊക്കെ പിടിച്ചു പറിച്ചു എന്ന്. അപ്പോൾ ആ ഭൂപരിഷ്കരണ നിയമം ഏറ്റവും കൂടുതൽ അതായത് സംഭാവന ചെയ്ത് ഇവിടുത്തെ ദലിത് സമൂഹത്തിന് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നീ ഒരു ഓണോവാലും എടുത്ത് നിൻ്റെ തോളയിലിട്ടിട്ട് നീ ഇന്ന് നാടുനിങ്ങളെന്ന് പ്രസംഗിക്കുമ്പം ഈ പ്രസംഗത്തിന് മറ്റൊരു എതിരഭിപ്രായം ഉണ്ടാകത്തില്ല എന്ന് ചിന്തിക്കരുത്. അതിന് എതിരഭിപ്രായങ്ങളൊക്കെ ഒരുപാടുണ്ടാകും. അപ്പം ഈ വിഷകലയൊക്കെ സംസാരിക്കുമ്പം ഈ ചരിത്രം കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ വായിൽ വരുന്നത് മാത്രം വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഹിന്ദുക്കളെയൊക്കെ കൂട്ടുന്നതിനൊന്നും ഞങ്ങളാരും എതിരൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ ഹിന്ദുക്കളെയൊക്കെ കൂട്ടിക്കോ. പക്ഷേ ഇവിടുത്തെ പട്ടികജാതിക്കാരനായ ഹിന്ദു ആയാലും ക്രൈസ്തവനായാലും പട്ടികജാതിക്കാരനായ മുസൽമാനായാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ തീട്ടസംഖ്യയുടെയൊക്കെ കൂടെ നമ്മൾ നടക്കണോ?
നമ്മുടെ പൂർവികരുടെ പൂർവ്വ സ്വത്തുക്കളും, അതായത് നമ്മളെ കൊണ്ട് നുകം വെച്ച് പാടമൊഴിയിപ്പിച്ച ദലിതൻ്റെ അവസ്ഥ എന്തായിരുന്നു, അവൻ്റെ ഭൂമി, കാർഷിക ഭൂമി മേഖലയൊക്കെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പം ഇവിടുത്തെ പട്ടികജാതിക്കാരനാണ് ഒരേക്കർ പോലും തികയ്ക്കാൻ ഭൂമി ഇല്ലാതെ പോയത് എന്താണെന്നും ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാലം അതിക്രമിച്ചു പോയിരിക്കുന്നു എന്നുള്ള ആ സത്യാവസ്ഥയും കൂടെ ഉണ്ടാകണം. ഇവിടെ തന്നെ ബ്രാഹ്മണർക്കായാലും നായർമാർക്കായാലും മറ്റ് ആൾക്കാർക്ക് ഇത്രയും ഭൂസ്വത്തുകൾ എങ്ങനെ വന്നു എന്നുള്ളതും കൂടെ അവർ പറയുന്നത്, ബ്രാഹ്മണന് തീരെഴുതി കൊടുത്ത സ്വത്തുക്കൾ മൊത്തം ക്ഷേത്രവകയാണെന്ന്. അതെങ്ങനെയാണ് ഒക്കുന്നത്? അതെങ്ങനെ ഒക്കുമെന്നും കൂടി ഇവർ പറയുന്നു. ക്ഷേത്രം എങ്ങനെയാണ് ബ്രാഹ്മണൻ്റെ ആകുന്നത്? അത് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പം ശശികല എന്നെക്കാളുമൊക്കെ പ്രായമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവരെ ബഹുമാനിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ആ പേര് വിളിക്കുന്നത്. കാരണം അവരെ ബഹുമാനിക്കാൻ, അവർക്ക് ബഹുമാനാർഹമായ കാര്യങ്ങൾ കൊടുക്കണമെന്ന് വരില്ല. അവർ നമുക്ക്, നമ്മുടെ സമൂഹത്തിന്, അല്ലെങ്കിൽ ദലിത് സമൂഹത്തിന് അവരൊരു ശകലവും ബഹുമാനം തന്നിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ കൊണ്ടാണ് ബഹുമാനം ഇല്ലാതെ തന്നെ നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അതവർക്ക് മനസ്സിലാകുമെന്ന് നമ്മൾ തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ശശികല വെറും ഒരു ഒരു പാഴ്വസ്തുവാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രം, അവരൊക്കെ എങ്ങനെ ഒരു വിദ്യാർത്ഥികളെ ഇത്രയും കാലവും പഠിപ്പിച്ച, പെൻഷൻ സർക്കാരിൻ്റെ നിന്ന് ഇപ്പോഴും പെൻഷൻ വാങ്ങിക്കുന്ന ഒരു സ്ത്രീ നിന്ന് ഈ ഒരു രാജ്യത്തെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെതിരെയൊക്കെ നിന്ന് ഇത്രയും വിഷം ചീറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ മറ്റൊരു കാര്യം, ഒരു ഒരു നോവൽ എഴുത്തുകാരൻ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ ഇവിടുത്തെ അത് ശരിയാണെന്ന് ഞങ്ങൾക്കിപ്പം വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നുകൂടെ ഞങ്ങൾ പറഞ്ഞുതരാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ക്ഷേത്രഭിത്തികളിലും, അതായത് കരകൗശല ശില്പികൾ അന്ന് ക്ഷേത്രങ്ങളുടെ, അതായത് കിടപ്പറ രംഗങ്ങൾ മൊത്തം ചിത്രീകരിച്ചു വച്ചിരിക്കുന്ന ഒരു ക്ഷേത്രത്തിനുള്ളിൽ ആ ചിത്രീകരണം അത് അങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീയെ ഏത് രീതിയിൽ ബഹുമാനിക്കണമെന്ന് അറിയാത്ത ക്ഷേത്രങ്ങളാണല്ലോ. അതുകൊണ്ടാണല്ലോ ആ ക്ഷേത്രത്തിൽ ഒരു സ്ത്രീയെ ഏതൊക്കെ രീതിയിൽ ഭോഗിക്കണമെന്ന് അവർ ചിത്രത്തിൽ കൂടി വരച്ച് കാണിക്കുന്നത്. അതുകൊണ്ടാണല്ലോ UP-യിലെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പീഡനം പണ്ടൊക്കെ നടന്നത്. അപ്പം ഇതൊക്കെ ഈ മറച്ചു വെച്ച് നിങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്കിതൊക്കെ തുറന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയും കൂടെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഈ സാമാന്യം നിങ്ങൾക്ക്, നിങ്ങളുടെ തലയിൽ ചാണകമാണെങ്കിൽ ഞങ്ങളുടെ തലയിൽ ബുദ്ധിയാണുള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. വിഷവിത്തെ അദ്ദേഹം അത് പറഞ്ഞതിനകത്ത് എന്താണ്, ഏത് രീതിയിലാണ് അവർ പറഞ്ഞത്? ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഇതിലൊക്കെ തുണിയില്ലാത്ത ദൈവങ്ങളെ വരച്ചു വെച്ചത്. തുണിയില്ലാത്ത ദൈവങ്ങളാണ് നിൽക്കുന്നത് അവിടെ. തുണിയില്ലാത്ത ദൈവത്തിന് ഏത് രീതിയിൽ തുണി ഉടുപ്പിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ആ ദൈവങ്ങളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ മാറ്റിക്കളയുന്നേ. ഈ പുരാതനമായിട്ടുള്ള സംസ്കാരം ഇപ്പോഴും കൊണ്ട് നടക്കണമെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ നിങ്ങൾ തന്നെ ആ ക്ഷേത്രത്തിൽ പോയി അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആവശ്യക്കാർ വന്ന് ആ പുരാതന പരിപാടികളൊക്കെ നടത്തും. പക്ഷേ ഞങ്ങളെപ്പോണൊക്കെയുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇത് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളൊക്കെ, നിങ്ങളുടെ പൂജാരിമാരും മറ്റ് നിങ്ങളുടെ കാമമൂത്ത് കിടക്കുന്ന അവന്മാരൊക്കെ ഈ ക്ഷേത്രങ്ങളിലാണല്ലോ ഏറ്റവും കൂടുതൽ തന്തയ്ക്കുളക്കാഴി നിന്ന് കാണിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പൊളിച്ചു കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിനുള്ളിൽ കൊണ്ടുവന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളും അതിന് ഇൻസ്പിറേഷൻ ആകുന്നു എന്നുള്ളത് നിങ്ങളുടെ ചിന്തയിൽ എന്നാ ഉദിക്കാത്തത്? നിങ്ങൾ നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം കാണിച്ചു കഴിയുമ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് ആ പാരമ്പര്യം ആവശ്യമാണോ എന്നുള്ളത് കൂടെ ചിന്തിക്കണ്ടേ? ഇന്നത്തെ കാലത്ത് മോഡേൺ രാജ്യത്തിൻ്റെ യുഗത്തിൻ്റെ കൂടെയാണോ നിങ്ങൾ, അതോ പുരാതനമായിട്ട് അന്ന് ഒരു സ്ത്രീയെ ഏത് രീതിയിൽ ഭോഗിക്കണമെന്ന് കാണിക്കുന്ന ആ പലവിധമായ ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ അകത്ത് ഏതെങ്കിലും മറ്റൊരു മതത്തിനകത്ത് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾ അതൊന്ന് ആദ്യം ഞങ്ങളോടൊന്ന് പറഞ്ഞതാണ്. ഞങ്ങളുടെയൊക്കെ ആ പൂർവീകരെ ആയിരിക്കുമല്ലോ നീയൊക്കെ നിൻ്റെയൊക്കെ പൂർവികന്മാരൊക്കെ ഇത്ര പോക്കരത്തരം കാണിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളും തെളിവുകളും അല്ലേ ഇന്നും ആ ക്ഷേത്രങ്ങളിലൊക്കെ ത്തിനുള്ളിൽ കണ്ടുവരുന്നത്. നിങ്ങൾക്കൊക്കെ ഇത് കണ്ട് സൂഹിക്കാൻ വേണ്ടിയല്ലേ, നിങ്ങളുടെ പിൻതലമുറകൾ ഇതൊക്കെ കണ്ട് സൂഹിക്കണമെന്ന് വേണ്ടിയല്ലേ നിങ്ങളിപ്പോഴും അത് മാറ്റാതിരിക്കുന്നത്? അതൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ വന്ന് ശശികല ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും.
ഞങ്ങളിങ്ങനെ തന്നെയാണ് ഇപ്പം ചിന്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ചിന്താഗതികൾ ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളെ ദൈവങ്ങളെ മിഥ്യയാണെന്ന് ഞങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ മിഥ്യയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? അതേപോലെ തന്നെ ഞങ്ങൾക്കും പറഞ്ഞുകൂടെ ഇതൊക്കെ മിത്താണെന്നും ഒക്കെ? അത് അവനവൻ്റെ വ്യക്തിഗതമായ കാര്യങ്ങൾ മിത്താണോ മിത്തല്ലയോ എന്ന് അവനവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. ഇവിടെ നിങ്ങൾ യേശുക്രിസ്തു ജീവിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളേതാണ്ട് പറഞ്ഞു ഇപ്പോൾ അത് നിങ്ങളുടെ വിശ്വാസമല്ലേ. ഞങ്ങളുടെ വിശ്വാസം അതല്ല ഞങ്ങൾ പറയേണ്ടത്. നിങ്ങൾ പറയുക അത് നിങ്ങളെ നോവിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റുമെന്നൂടെ നിങ്ങളത് പറ. ഞങ്ങളത് പറയാതിരിക്കണം. എന്തിനത് പറയാതിരിക്കണം? നിങ്ങൾക്കൊന്ന് പറയാം, ഞങ്ങൾക്കാർക്ക് അല്ല മറ്റല്ലെങ്കിൽ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഒന്നും പറയാൻ പാടില്ല എന്ന് നിങ്ങൾ എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? പരസ്പരം നിങ്ങൾക്ക് വാശി പിടിക്കാൻ ഉള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വേണ്ടാത്തതിനും വേണ്ടുന്നതിനും എല്ലാം നിങ്ങൾ വിഷം ചീറ്റാതെ നിൽക്കുക. ഈ ഏത് പ്രോഗ്രാമിലാണിത്? നിങ്ങളുടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഇവിടുത്തെ ദലിതൻ്റെ അവകാശങ്ങൾ നിങ്ങൾ ഹനിക്കുകയല്ലാതെ ഏതെങ്കിലും ഒരു ദലിതനോ അല്ലെങ്കിൽ അന്ന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂമി കിട്ടിയ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ അനാധികൃതമായിട്ട് കൈവശം ഞങ്ങളുടെ ഭാഗങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചെടുക്കാം. പിന്നെ ഇവിടുത്തെ ക്രൈസ്തവൻ്റെ ഭാഗത്ത് നിങ്ങളുടെ പൂർവികരുടെയൊക്കെ ഒരുപാട് സ്വത്തുക്കൾ കിടപ്പുണ്ട്. അത് അന്നായിരുന്നു. കാരണം അതൊക്കെ കാശ് അധ്വാന ഫലത്തിൻ്റെ ഒരു വിഹിതം മാറ്റി വെച്ച് അവർ നിങ്ങളുടെ പൂർവികർക്ക് സൂഹിക്കാൻ വേണ്ടി അവരുടെയൊക്കെ കാലെ കയ്യെ ചെന്ന് വീഴുമ്പം പിന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളേ ഉള്ളൂ ഇവിടുത്തെ മറ്റുള്ള മതസ്ഥൻ്റെയൊക്കെ കയ്യിൽ. ഇപ്പം നിങ്ങളിപ്പം കിടന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നതല്ലോ ഈ ക്ഷേത്ര പരിസരത്തെ സ്വത്തുക്കൾ. ഈ ക്ഷേത്ര പരിസരത്തെ നിങ്ങൾക്ക് വേണ്ടാഴിക കൊണ്ടാണല്ലോ നിങ്ങളത് വിറ്റ് തുലച്ചത്. അതിന് മറ്റ് സർക്കാർ രേഖകളൊക്കെ എല്ലാവരുടെയും കൈവശം ഉണ്ടാകും. അല്ലാതെങ്കിൽ നീയൊക്കെ ഇപ്പം പിന്നെ മറ്റേ അവിടെ രാമക്ഷേത്രമൊക്കെ പണിതുപോലെയൊക്കെ വന്ന അവൻ്റെ ഞങ്ങളുടെ പൂർവിക സ്വത്താണെന്നും പറഞ്ഞ് നീയൊക്കെ മറ്റവൻ്റെ വീടും തകർത്ത് നീയൊക്കെ അവിടെ കയറി നിൻ്റെ പൂർവികൻ്റെ സ്വത്താണെന്നും പറഞ്ഞ് നീയൊക്കെ അവിടെ വീടും ഒക്കെ വെച്ച് നീയൊക്കെ അവിടെ കയ്യേറ്റം നടത്തത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നിനക്കൊക്കെ അത് സാധിക്കാതെ പോകുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അവർ രേഖാമൂലം അത് വാങ്ങിച്ച് അവരുടെ കൈവശം വെച്ചിരിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങളത് ചെയ്യാത്തത്. ഇപ്പോൾ നിങ്ങൾക്കത് പിടിച്ചു പറിക്കണമെന്നാണോ തോന്നുന്നത്? നിങ്ങളൊക്കെ ഏത് ഉദ്ദേശത്തിലാണ് ഇതൊക്കെ സംസാരിക്കുന്നതെന്നൂടെ ഞങ്ങളോടൊന്ന് പറഞ്ഞു തരണം. ഞങ്ങൾക്കും അത് കണ്ടൊക്കെ നിൽക്കാമല്ലോ. നിങ്ങൾ ഭൂരിപക്ഷമൊന്നും ഇല്ല. നിങ്ങളൊരു 15% മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഹൈന്ദവൻ. ഇവിടുത്തെ ബാക്കി 85% അടുത്ത് വരുന്നത് ഇവിടുത്തെ മതന്യൂനപക്ഷക്കാരനും തൊട്ട് തീണ്ടായി കൂടാത്തവനുമൊക്കെ അൺടച്ചബിളൊക്കെയാണ്. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പൂർവികരാരും കഷ്ടപ്പെട്ട സ്വത്തുക്കളൊന്നും ഇവിടെങ്ങുമില്ല, ഈ നാട്ടിലേ ഇല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പൂർവികരൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. വല്ലവൻ്റെയും പിടിച്ചു പറിച്ചാൽ നിങ്ങളൊക്കെ ഈ ക്ഷേത്രങ്ങളിലും നിൻ്റെയൊക്കെ പൂർവികരുമൊക്കെ സുഖമായിട്ട് സുഖലോലിപരായിട്ട് ജീവിച്ചത്. അപ്പം നിനക്കൊന്നും ഇവിടെ പ്രത്യേകിച്ചൊരു സ്വത്തൊന്നുമില്ല. ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ പട്ടികജാതിക്കാരനും ഇവിടുത്തെ ദലിതനുമൊക്കെ ഉണ്ടാകുന്നുള്ളൂ. അവൻ്റെയൊക്കെ സ്വത്തുക്കളാണല്ലോ നീയൊക്കെ കയ്യേറിയതും അവകാശപ്പെട്ടിട്ട് ഇപ്പം നിൻ്റെയൊക്കെ ആണെന്ന് നീയൊക്കെ ഇപ്പം കോരകോരം നിന്ന് വിളിച്ചു പറയുന്നത്. സ്ത്രീയെ നിങ്ങൾക്ക് വെറും നാണമില്ലാഴികയാണല്ലോ നിങ്ങൾ വിളിച്ചു പറയുന്നത്. മൂത്രം ഒഴിക്കുന്ന ശങ്ക പോലും നിങ്ങൾക്ക് അന്നുണ്ടായില്ല. അന്നെങ്ങനെ ഉണ്ടാകും നിങ്ങൾക്ക് ആ ശങ്ക? നിങ്ങൾക്ക് ഭയങ്കരമായ ആനന്ദമല്ലായിരുന്നു നിങ്ങളുടെ പൂർവികർ വിറ്റ് തുലച്ചപ്പം? നീയൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നീയൊക്കെ ഈ അവസ്ഥയിൽ തന്നെ അന്നും കടന്നു പോയേനെ. അതല്ല അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കുടുംബത്തൊരാവശ്യം വരുമ്പോൾ മറ്റുള്ളവൻ്റെ കയ്യിലെ കാശ് പിടിച്ച് പറിക്കാനാണോ നിങ്ങളുടെയൊക്കെ ഇപ്പോഴും ആ ചിന്താഗതിയിലാണോ നിങ്ങളിരിക്കുന്നത്? പണ്ടായിരുന്നു അതൊക്കെ നടക്കുന്നത്. അന്ന് പട്ടികജാതിക്കാരനും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അവനെ പുകയില കൊടുത്തോ അല്ലെങ്കിൽ അവൻ്റെ കുടിലിൽ കയറി ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവൻ്റെ ഒരു കുടിൽ കത്തിച്ച് കളഞ്ഞിട്ട് അവൻ്റെ സ്വത്തുക്കൾ മൊത്തം പിടിച്ചു പറിക്കുന്ന അവസ്ഥ അന്നായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയടിച്ച് ഞങ്ങളെല്ലാം പറിച്ചു കളയും. കാരണം അത്രയ്ക്ക് രോക്ഷമുണ്ട് നിങ്ങളുടെയൊക്കെ ഈ പന്ന വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ. നിങ്ങൾ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റിയ ഒരു പ്രസംഗമാണോ നിങ്ങൾ പ്രസംഗിച്ചത്?
നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് നിങ്ങളിതൊക്കെ ഇവിടെ ക്ഷേത്ര സ്വത്തൊക്കെ ആൾക്കാർ പിടിച്ചു പറിച്ചു എന്ന് നിങ്ങൾ പറയാൻ കാരണം എന്താണ്? ഭൂപരിഷ്കരണ നിയമം ജന്മികളുടെ നിന്ന് അവരുടെ കുടിയാന്മാർക്ക് കൊടുത്ത 5 സെൻറ്റിൻ്റെ കണക്ക് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളത് ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ പൂർവികർ സ്വത്തുക്കളെല്ലാം വിറ്റ് തുലച്ചതിന് ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ ഇവിടുത്തെ പട്ടികജാതിക്കാരനെ ദലിതനെയും അല്ലെങ്കിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ നിങ്ങൾ എന്തിനാണ് കുറ്റം പറയാൻ നിൽക്കുന്നത്? നിങ്ങളുടെയൊക്കെ ഇന്നത്തെ കാലത്ത് നിങ്ങളുടെയൊക്കെ സർക്കാരുകൾ ഹൈന്ദവൻ്റെയൊക്കെ മറ്റേ താങ്ങി നടക്കുന്ന സർക്കാരുകളൊക്കെ ഇഷ്ടം പോണം കൊണ്ടല്ലോ. നിൻ്റെയൊക്കെ നോർത്ത് ഇന്ത്യയിലോട്ടൊന്ന് ചെന്ന് നോക്കിക്കുക, എത്ര ദലിതന് കിടക്കാടമില്ലാതെ കൂടി നടക്കുന്ന ഒരവസ്ഥ ഇന്നും ഉണ്ടെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കുക. ആ അവസ്ഥ കേരളത്തിലില്ലാത്തത് അന്നത്തെ ആ ഭൂപരിഷ്കരണ നിയമം തന്നെയാണ് അതിന് ഉതകിയത്. അതുകൊണ്ട് സ്ത്രീ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചരിത്രം കൂടെ ആദ്യം ഒന്ന് വിശകലനം ചെയ്തതിന് ശേഷം ഞങ്ങളെപ്പോണക്കുള്ള ദലിതുകളെ വേദനിപ്പിക്കുന്ന അവസ്ഥകൾ നിങ്ങൾ ഉണ്ടാക്കരുത്. അഥവാ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചു പറയും. അത് നിങ്ങൾ കേൾക്കാൻ കൂടി ബാധ്യസ്ഥരാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വീഡിയോ നിർത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് കുറവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രൈബേഷൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ റീച്ച് കിട്ടുന്നതിനൊക്കെ സബ്സ്ക്രൈബേഷൻ ആവശ്യമാണ്. അതുകൊണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ വീഡിയോ നിർത്തുന്നു. നന്ദി. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.